അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് 2 ഓട്ടോകളാണ്. വെറ്റ് ഓൺ വെറ്റ് ആയിട്ട് ചെയ്യാം. എന്തിനാണെങ്കിലും മഴയുടെ ഒരു ഫീൽ ഉണ്ടാക്കാനാണ്. നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽ ആയിട്ടാണല്ലോ അതൊക്കെ ചെയ്യല്. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോകൾ വരയ്ക്കാം. ഓട്ടോകൾ വരയ്ക്കുമ്പോൾ ഫോട്ടോ പോലെ വരയ്ക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് വാട്ടർ കളർ നല്ലത്. എത്രയും മിനിമലായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. ഈ ഓട്ടോകളെ തന്നെ പലരും വരയ്ക്കുമ്പോൾ പല രീതിയിലാവും. ഇവിടെ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കെച്ച് ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടൊരു സ്കെച്ച് ചെയ്ത് കുറച്ച് കളറുകൾ തേക്കുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറേ പേടികൾ കുറയ്ക്കാം. നമ്മൾ ചെയ്യണ സമയത്ത് ഉണ്ടാവണ ഡീറ്റെയിലിംഗ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് പ്രൊപ്പോർഷൻ മിസ്സായി, സൈസ് മിസ്സായി, ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിനേക്കാൾ സിമ്പിളായി ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊക്കെ ഡീറ്റെയിൽഡാണ്. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നൊരു അപ്രോച്ചാണിത്. ആദ്യം തന്നെ ലൈറ്റ് കളറായ യെല്ലോ ആണ് വെച്ചത്, പിന്നെ ഗ്രീൻ വെച്ചു. ഗ്രീനിൽ തന്നെ ലൈറ്റും ഡാർക്കും ഇതേ സമയത്തിന് വെച്ച് ചെയ്യുന്ന രീതിയാണ്. പലരും വെറ്റ് ഓൺ വെറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ചെയ്യാറ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ആദ്യം ഒബ്ജക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല രീതിയിലും ചെയ്യാം. അതൊക്കെ നിങ്ങൾ പല പരീക്ഷണങ്ങൾ നടത്താം. ഇവിടെ ഗ്ലാസ്സിൽ ചെയ്ത് എങ്ങനെ കണ്ടോ, ആദ്യം ഡാർക്ക് കളറാണ് വെച്ചത്. വാട്ടർ കളർ ഒരിക്കലും ഡാർക്ക് കളർ വയ്ക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പക്ഷേ ഇവിടെ ഡാർക്ക് കളർ വെച്ചതിന് ശേഷം അതിനെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പല പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ പറയുന്ന പല നിയമങ്ങളും തെറ്റിക്കേണ്ടി വരും. ഇപ്പോൾ ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ബ്ലാക്ക് ഉപയോഗിക്കാം, പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കലുണ്ട്. എന്നാൽ അത് ലൈറ്റ് കളറിൻ്റെ ഒപ്പം കൂട്ടി ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് കളർ ഡള്ളായി പോവുകയോ അല്ലെങ്കിൽ ഫെയ്ഡായി പോവുകയൊക്കെ ചെയ്യണം. വൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഫെയ്ഡായി പോവുകയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ബ്രേക്ക് ചെയ്ത് നോക്കി നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം വേണ്ട. അല്ലാതെ മറ്റുള്ളവർ പറയണ കേട്ടിട്ട് നിൽക്കരുത്. നമ്മൾ അനുഭവിച്ച് പഠിച്ചതിൻ്റെ അത്ര വലിയ പാഠങ്ങളൊന്നും നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. അതുപോലെ തന്നെ വാട്ടർ കളറിലും നമ്മൾ അനുഭവിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി നിന്നാൽ പലപ്പോഴും നിയമങ്ങൾ പാലിച്ച് നമ്മൾ വരയ്ക്കാതെയും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള, അതായത് ബാക്ക് സൈഡിലുള്ള ഓട്ടോ കുറച്ച് ലൈറ്റായിട്ടാണ് വരച്ച് കണ്ടോ. അവിടെ ഉപയോഗിച്ച കളറുകൾ ഗ്രീനിന് പകരം കുറച്ച് ഇൻഡിഗോ കളർ ഉപയോഗിച്ചത്. നിങ്ങൾക്കത് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ അത് ഇൻഡിഗോ കളറാണ്. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്തെങ്കിൽ അത് ദൂരമുള്ളതായി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ മഴയിൽ ഇങ്ങനെ കുതിർന്ന് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലറായി തോന്നിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഇവിടെ ഓട്ടോയുടെ മുകളിൽ കുറച്ചൊരു ഹൈലൈറ്റൊക്കെ വരുന്നുണ്ടോ. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡിഗോ ആണ് ബാക്ക്ഗ്രൗണ്ട്, ബ്ലൂ അല്ല അധികം. ഇൻഡിഗോ ഒരു ഗ്രേ ബ്ലൂ പോലത്തെ കളറാണ്. ഇൻഡിഗോ ക്യാമലിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന കളറാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. നല്ല രസമുള്ള മഞ്ഞ് ഒക്കെ വരയ്ക്കാൻ ഉപയോഗിക്കാം ഈ കളറ്. കുറച്ച് ഗ്രീൻ ചേർക്കണം. എന്തെങ്കിലും ദൂരത്ത് നിൽക്കുന്ന മഴയത്ത് കാണുന്ന മരങ്ങൾ ബ്ലറായി തോന്നില്ലേ നമുക്ക് ആ ഫീൽ ഉണ്ടാക്കാൻ. ഇവിടെ കണ്ടോ, ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് മേലേക്കും തുടച്ചെടുത്ത് എന്തിനാണെന്നറിയോ, ആ ഓട്ടോയുടെ മുകളിൽ വീണ വെള്ളം തെറിക്കണ പോലെ, അല്ലെങ്കിൽ ആ ഒരു ഹൈലൈറ്റ് ഇങ്ങനെ സ്പ്രെഡായി കാണുന്ന പോലെയൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ ഞാനിവിടെ മുന്നിലുള്ള ഓട്ടോയുടെ ഇൻഡിക്കേറ്റർ വരയ്ക്കുമ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഓറഞ്ച് റെഡൊക്കെ ഇട്ടതിന് ശേഷം സ്പ്രെഡ് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ താഴെ സിമ്പിളായിട്ട് റിഫ്ലക്ഷൻ ചേർക്കണം. നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റിഫ്ലക്ഷൻ ചേർത്ത് അടിപൊളിയാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. പല രീതികളിലും ഒരേ ചിത്രത്തിനെ വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായി ഡാർക്ക് കുറച്ച് സ്ഥലത്ത് മാത്രം. എപ്പോഴും അബദ്ധം പറ്റില്ല എന്തെങ്കിലും ഡാർക്ക് കുറേ സ്ഥലത്ത് ചെയ്തിട്ട് നമ്മൾ ചിത്രം ഒപ്പേക്കായി പോവുക ചെയ്യുന്നത്. അതായത് ട്രാൻസ്പെറൻസി മിസ്സാവുകയാണ് ചെയ്യല്. വാട്ടർ കളറിൽ ട്രാൻസ്പെറൻസി ഭയങ്കര പ്രധാനമാണല്ലോ. അപ്പോൾ പരമാവധി ഡാർക്ക് വളരെ കുറച്ച് സ്ഥലത്ത് ചെയ്യാൻ നോക്കുക. അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഡാർക്ക് ചെയ്യാൻ നോക്കുക. പരമാവധി ഡാർക്ക് കുറച്ച് കൊണ്ടുവരികയാണ്. 2 or 3 ലെയറിൽ അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. 2 ലെയറിലൊക്കെ അവസാനിപ്പിക്കാൻ പറ്റിയ വാട്ടർ കളർ നല്ല രസം ഉണ്ടാവും. അപ്പം നമുക്ക് നല്ല ട്രാൻസ്പെറൻസി തോന്നും. പിന്നെ ഒരു സ്പീഡുണ്ട് വാട്ടർ കളർ ചെയ്യാൻ. ആ സ്പീഡിനേക്കാൾ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ഡീറ്റെയിൽ ആയിട്ട് പോകാനോ ഒപ്പേക്കായിട്ട് പോകാനോ പറ്റും. ഇവിടെ കണ്ട് ഞാൻ ഹെഡ്ലൈറ്റ് കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവിടുന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുക്കുക ചെയ്തത്. കാരണം ഒരു വെള്ളത്തിൽ അങ്ങനെ സ്പ്രെഡായി നിൽക്കണ പോലെ, ബ്ലറായി നിൽക്കണ പോലത്തെ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വെള്ളം തെറിച്ച് നനഞ്ഞ ഒരു ഫീൽ ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള വെറ്റ് ഓൺ വെറ്റ് രീതികൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് അയക്കൂ, വാട്സപ്പ് ചെയ്യൂ, നമുക്ക് സംസാരിക്കാം. കൂടുതൽ വീഡിയോകൾ ഇനിയും വരും, കാത്തിരിക്കുക. ഓക്കെ.